ഹലോ ഫ്രണ്ട്സ്, ഞാൻ നമ്മുടെ ഈ കുരുമുളക് കൃഷിയിൽ കുരുമുളക് കൊടികൾ നടുന്ന രീതിയെപ്പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ആമുഖമായിട്ട് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് നമ്മൾ ഈ പണ്ട് കാലം തൊട്ടേ കുരുമുളക് നമ്മൾ നടുന്നത് ഈ കർക്കിടക മാസത്തിലാണ്. അതായത് നല്ല മഴയുള്ള ഈ കർക്കിടക മാസത്തിൽ. അപ്പോൾ പണ്ടൊക്കെ കർക്കിടക മാസത്തിൽ ത്രൂ ഔട്ട് മഴയാണ്. അപ്പം ഏറ്റവും കുരുമുളക് നട്ടാൽ അതിന് ഏറ്റവും യോജിച്ചൊരു കാലാവസ്ഥയാണ്. അപ്പം നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് കുരുമുളക് വള്ളികൾ ഒരു 3/4 അടി 1 അടി നീളത്തിൽ മുറിച്ചെടുത്ത് കൊടിക്കാലിൻ്റെ ചുവട്ടിലേക്ക് ഇടുകയാണ്. അപ്പോൾ നല്ല മഴയുള്ളത് കൊണ്ട് അതൊരു 2-3 ആഴ്ച കൊണ്ട് വേര് പിടിച്ച് നല്ല രീതിയിൽ വരും. എന്നാൽ ഇന്ന് നമ്മുടെ കാലാവസ്ഥകൾ മുഴുവൻ മാറിപ്പോയി. ഈവൻ കർക്കിടക മാസത്തിൽ വരെ നല്ല വെയിൽ തെളിയുന്നു. അപ്പോൾ കുരുമുളക് വള്ളികൾ നട്ട് ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ വെയിലേറ്റിട്ടുണ്ടെങ്കിൽ ആ വള്ളികളെല്ലാം വേര് പിടിക്കാതെ വാടിപ്പോവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിനൊരു പ്രതിവിധി എന്നുള്ള നിലയിൽ ഞാൻ ഇപ്പോൾ ഈ കുരുമുളക് വള്ളികൾ നമ്മൾ ഈ ചെറിയ പോളിത്തീൻ ബാഗിൽ മണ്ണും ചാണകവും കൂടെ നിറച്ച് ഈ കുരുമുളക് വള്ളികൾ കട്ട് ചെയ്ത് നമ്മൾ അതിൻ്റെ അകത്ത് പാകുകയാണ് ചെയ്യുന്നത്. ഇത് കുരുമുളക് വള്ളികൾ ഓരോ പാക്കറ്റിൽ ഒരു 3 വള്ളികൾ വെച്ച് ഞാൻ നട്ടിട്ടുണ്ട്. ഇത് നമ്മളൊരു തണലുള്ള ഒരു മരത്തിൻ്റെ ചോട്ടിൽ വല്ലതും വെയിൽ കൊള്ളാതെ നമ്മൾ വെക്കുക. ഏതാണ്ട് ഒരു മാസം കൊണ്ട് ഇതുപോലെ നല്ലപോലെ വേര് പിടിച്ച് നല്ല തളിർപ്പെടുത്ത് ഭംഗിയായിട്ട് വരും. മഴയില്ലെങ്കിൽ ഇടയ്ക്ക് അല്പം വെള്ളം തളിച്ചു കൊടുക്കുക. അപ്പം നന്നായിട്ട് വേരായി നന്നായിട്ട് തലയ്ക്കും എടുത്ത് 1-2 സ്റ്റെപ്പാവും. അത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ കൊടിക്കാലിൻ്റെ ചുവട്ടിലേക്ക് നടുകയാണ്. അതാണ് ഞാൻ ഇന്ന് ഇവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ വള്ളികൾ നമ്മൾ എവിടെ നിന്നാണ് എടുക്കുന്നു എന്നുള്ളത് ഒരുപക്ഷെ എല്ലാവർക്കും അറിയാമായിരിക്കും. എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. ഈ കുരുമുളക് ചെടികളുടെ ചുവട്ടിൽ ഇങ്ങനെ ഈ ചുവട്ടിൽ ഇതുപോലെ ഒട്ടി മുളച്ചിട്ട് ഇങ്ങനെ ചുറ്റും ഇതുപോലെ ഇങ്ങനെ പടർന്ന് നിൽക്കും. അതായത് മണ്ണിൽ കൂടെ ഇങ്ങനെ നിരന്ന് നിൽക്കും. അപ്പോൾ ആ മണ്ണിൽ കിടക്കുന്ന ഈ വള്ളികൾ നല്ല വേരുണ്ടാവുകയും ചെയ്യും. ആ വള്ളികൾ എടുത്ത് മുറിച്ചാണ് നമ്മൾ നടേണ്ടത്. ഇനി ഇത് നടുന്ന ഓരോ സ്റ്റേജും ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഈ വീഡിയോയിൽ കാണിക്കുകയാണ്. ദയവായി നിങ്ങളിത് കാണുക. ഇനി നമ്മൾ കൊടിയിടുന്ന കാലിൻ്റെ ചുവട്ടിൽ നമ്മൾ ഒരു 1/4 അടി താത്ത് കുഴിയെടുക്കുക ഇതുപോലെ. ഇപ്പം ഞാനിതൊരു തേക്കയിലാണ് ഇട്ടിരിക്കുന്നത്. തേക്ക് നല്ല വലിപ്പമുള്ള കാലാണെങ്കിൽ നമുക്ക് 2 സൈഡിലും ഈ കൊടിയിടാൻ ഞാൻ 2 കുഴി എടുത്തിട്ടുണ്ട്. കാരണം ഇതിന് വലിപ്പമുണ്ട്, നല്ല പൊക്കമുണ്ട്, നന്നായിട്ട് കയറിപ്പോവും. അപ്പോൾ അങ്ങനെ കുഴി എടുത്തിട്ട് നോക്കിയാൽ പോളിത്തീൻ ബാഗ് ഇങ്ങനെ ഒരു ബ്ലേഡ് കൊണ്ട് അതിൻ്റെ ചോടിങ്ങനെ പതുക്കെ കണ്ടിച്ച് വേരുകളൊന്നും മുറിയാതെ കണ്ടോ. ഇത് മുഴുവൻ വേരുകളാണ്. ടൈറ്റായിട്ട് നമ്മൾ നിൽക്കുന്നു. ആ മണ്ണൊട്ടും ഒതുന്നു പോകുന്നില്ല. നേരെ അനക്കാതെ അത് നമ്മൾ ആ കുഴിയിലേക്ക് വെക്കുന്നു. സാവകാശം നമ്മൾ മണ്ണിട്ട് അത് ചെറുതായിട്ടൊന്ന് മൂടിയിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ആ മണ്ണൊന്ന് ഉറപ്പിച്ച് വെക്കുന്നു. ഒരല്പം ചാണകപ്പൊടി ഇതുണ്ട് ഈ സൈഡിൽ കൂടെ ഇട്ട് ഇതുപോലെ വട്ടത്തിൽ അല്പം ഉണങ്ങിയ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. വീണ്ടും അല്പം മണ്ണുകൂടെ നമ്മളിട്ട് ആ ചാണകപ്പൊടി ഇട്ടത് ഒന്ന് മൂടി ഒത്തിരി ഷെയ്ക്ക് വരാതെ എന്നാൽ അല്പം അതിൻ്റെ ചോടൊന്ന് ചെറുതായിട്ടൊന്ന് ഉറപ്പിക്കണം എന്ന് വയ്ക്കുക. തീരെ ചോടിലല്ല, അല്പം അമർത്തി ഒന്ന് കൈകൊണ്ട് തന്നെ അമർത്തി ആ ചോട് നമ്മൾ ഉറപ്പിച്ചു. അങ്ങനെ ഉറപ്പിച്ച് കഴിയുന്നുണ്ടോ ഈ തേക്കയിൽ 2 സൈഡിലും നമ്മൾ 2 ചോട് നട്ടിരിക്കുകയാണ്. 2 ബാഗ്, ഒരു പോളിത്തീൻ ബാഗിൻ്റെ 2 എണ്ണം ഇതുപോലെ നമ്മൾ നട്ടു. ആ തലയ്ക്കും ഇങ്ങനെ നീണ്ടു കിടക്കുന്ന നമ്മളൊരു ചെറിയ കയറുകൊണ്ടോ അല്ലെങ്കിൽ വാഴനാര് കൊണ്ടൊക്കെ നമ്മളിങ്ങനെ കെട്ടിവെക്കണം. ഇത് ഞാൻ അടുത്ത ഒരെണ്ണം കൂടെ ഇതുപോലെ കാണിക്കുകയാണ്. ഇതുപോലെ പോളിത്തീൻ ബാഗ് എടുത്ത് നോക്കിയാൽ അത് മുഴുവൻ വേരുകളാണ്. അപ്പോൾ നമ്മളെ കൊടി നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഈ വേരുകൾ ഒട്ടും മണ്ണ് ഉതിർന്ന് പോകാതെ നമ്മളത് കുഴിയിലേക്ക് നടുകയാണ്. ഇത് സാധാരണ ഒരു മുരിങ്ങയുടെ കാലാണ്. ആ മുരിങ്ങക്കാലിലേക്ക് ഞാനതും ഒരുവിധ ഹൈറ്റുള്ള ഇച്ചിരി വണ്ണമുള്ള മുരിങ്ങ ആയതുകൊണ്ട് 2 സൈഡിലും 2 ബാഗ് നട്ടിട്ടുണ്ട്.
അതും ഇത് നോക്കിയാൽ തലയ്ക്ക് നീണ്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ആ ബാഗിൽ തന്നെ നിന്ന് തലയ്ക്ക് നീണ്ടു വന്നതാണ്. നോക്കിയാൽ അതെല്ലാം നമ്മളിതുപോലെ കെട്ടി വെക്കണം, അല്ലെങ്കിൽ ഈ നിലത്തുകൂടെ പടർന്ന് കിടക്കും, കൊടി വളരുകയില്ല. അപ്പോൾ ആ മുരിങ്ങയിലിട്ടു. അതുപോലെ ഇതുണ്ടോ, അതുപോലെ ഞങ്ങൾ വേറെ ഇപ്പം ഞാൻ ഇതുപോലെ നമ്മളൊരു 10, 40, 50 ബാഗ് ഇപ്പോൾ ഇതുപോലെ പോളിത്തീൻ ബാഗിൽ നമ്മൾ പാകിയിരുന്നു. അത് മുഴുവൻ ഓരോ കാലിലായിട്ട് നമ്മൾ ഇടുകയാണ്. ചുവട് നോക്കിയാൽ ഉറപ്പിച്ച് നമ്മൾ നിൽക്കുന്നു. അതിനകത്ത് കൂടുതൽ അതിലോട്ട് നമ്മൾ തൂമ്പ കൊണ്ടോ അല്ലെങ്കിൽ കൊണ്ടാണെങ്കിൽ അതിൻ്റെ ഷെയ്ക്ക് വരാത്ത രീതിയിൽ, ഇനിയിപ്പം നല്ല കർക്കിടക മാസത്തിൽ നട്ട് നല്ല മഴയുള്ള ടൈമാണ്, കൊടി പെട്ടെന്ന് കയറി അങ്ങനെ കയറി വരുന്നതനുസരിച്ച് നമ്മളത് തലയ്ക്കും കയറി വരുമ്പോൾ നമ്മൾ അല്പം ഒന്ന് കെട്ടിക്കൊടുക്കണം. ഇനി നമുക്കിത് നല്ല കാലുകൾ, ഇപ്പോൾ ഈ കൊന്ന തെങ്ങ് പൊക്കമുള്ള, ഞാൻ ഇതിനകത്ത് തെങ്ങിൽ നമുക്ക് നല്ല പോലെ കൊടി പിടിച്ച് കയറി വരും, നല്ല മൊരിയുള്ളത് കൊണ്ട്. ഞാൻ തെങ്ങിലെല്ലാം ഇപ്പം നോക്കിയാൽ 2 സൈഡിലും ഓരോ ബാഗ് ഇട്ടിരിക്കുകയാണ് തെങ്ങിൽ. നല്ല രീതിയിൽ കയറി വരും, പെട്ടെന്ന് ഹൈറ്റ് ഉള്ളതിന് നല്ല മൊരിയുള്ളത് കൊണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ എല്ലാ കൊന്ന തെങ്ങ് കമുകിലെല്ലാം നമുക്ക് ഇടാവുന്നതാണ്.